തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി പീഡിപ്പിച്ച പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ്. നമുക്കൊപ്പം തത്സമയം റാഫി കരീം ചേരുന്നു. റാഫി, യഥാർത്ഥ നിരന്തരമായ പോലീസ് ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിച്ചെന്ന വാർത്ത വരുന്നു. ബുധനാഴ്ച വൈകുന്നേരം പോലീസ് ഈ പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. പിറ്റേന്ന് വീണ്ടും വിളിപ്പിച്ച് രാവിലെ ഈ പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ പ്രതി ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു എന്ന സത്യം പോലീസിനോട് സമ്മതിച്ചു എന്നാണ് വരുന്നത്. എന്താണ് കൂടുതൽ വാർത്തകൾ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇത്തരം ഈ ഒരു നരാധമൻ മറ്റെന്ത് കാര്യങ്ങളാണ് പറഞ്ഞത് പോലീസിനോട്? എസ്കെൻ, ഈ പ്രതിയുടെ മൊഴി സംബന്ധിച്ച വിവരങ്ങളല്ല പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു പറ്റിപ്പോയി എന്നതാണ് ഇയാൾ പോലീസിനോട് സമ്മതിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ നിരന്തരമായുള്ള ചോദ്യം ചെയ്യലാണ് പോലീസിന് മുന്നിൽ പ്രതിയെ കുടുക്കിയത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം തിങ്കളാഴ്ച വൈകിട്ടാണ് കുട്ടിയെ കാണാതാകുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു കുട്ടിയുടെ സംസ്കാരം. 5 മണിയോട് കൂടിയായിരുന്നു സംസ്കാരം. 7 മണിയോടുകൂടി, ചൊവ്വാഴ്ച 7 മണിയോടുകൂടി ഈ അടുത്ത ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഈ ബന്ധുക്കളിൽ നിന്ന് മൊഴി ശേഖരിച്ചിരുന്നു. 12:30 വരെയായിരുന്നു ഈ ബന്ധുക്കളിൽ നിന്ന് ഈ സമയത്ത് ചൊവ്വാഴ്ചയിൽ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത്. അതിനുശേഷം ബുധനാഴ്ച രാവിലെ, ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ഈ ബന്ധുവിനെ മാത്രം, ഈ സംശയമുള്ള ബന്ധുവിനെ മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റു ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അപ്പോഴും ഈ സംശയമുള്ള ബന്ധു സ്റ്റേഷനിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതിനുശേഷം വിശദമായി മറ്റു ബന്ധുക്കളിൽ നിന്നും മൊഴി ശേഖരിച്ചതിന് ശേഷം വീണ്ടും ഈ ബന്ധുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. ശാസ്ത്രീയ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. ആദ്യം ഈ കൃത്യം നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസിന് മുന്നിൽ ഈ പ്രതിയുടെ നിലപാട്. ഒപ്പം തന്നെ വളരെയധികം തന്നെ വൈകാരികമായി പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് ഈ പ്രതി പ്രതികരിച്ചിരുന്നു. അതിനുശേഷം ഈ ബന്ധുക്കളെയും ഒപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകളും മുൻനിർത്തി പോലീസ് ഈ പ്രതിക്ക് മുന്നിൽ ചോദ്യം ചെയ്യൽ നടത്തുകയായിരുന്നു. അങ്ങനെയാണ് രാത്രിയിൽ പ്രതി കുറ്റസമ്മതം നടത്തുന്നത്. പറ്റിപ്പോയി എന്നുള്ളതാണ് പ്രതി പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിരന്തരമായ പീഡനമായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഈ പ്രതിക്ക് കുട്ടിയെ പീഡിപ്പിക്കാനുള്ള സാഹചര്യം അവിടെ കുറച്ചു കാലമായി രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ പ്രതിയും കുട്ടിയുമായി അടുത്തിടപഴകിയിരുന്ന ആളുകളാണ്. കാരണം ഈ വീടുകൾ ഒരുമിച്ചുള്ള വീടുകളാണ്, വളരെ അടുത്തടുത്ത് നിൽക്കുന്ന വീടുകളാണ്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുവാണ്. ഈ കുട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും കുട്ടിയെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഈ കുട്ടിയുമായി ഏറ്റവും അടുത്തിടപഴകുന്നതിനും എല്ലാം തന്നെ സാധിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുട്ടി ഇയാളുടെ അടുത്തുണ്ടായിരിക്കുന്നതിനുള്ള സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണ് ഇയാൾ ദുരുപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും 10 മണിക്ക് ശേഷം റൂറൽ SP മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരും. ഇയാളുടെ മൊഴി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ വിവരങ്ങൾ അറിയുമോ എന്നുള്ളതാണ്. ഇതിൽ പ്രാഥമികമായി പുറത്തു വരുന്നത് ഈ കുട്ടിയുടെ അമ്മ ആദ്യഘട്ടത്തിലൊന്നും ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഈ സംഭവ ദിവസം ഈ കുട്ടിയുടെ അമ്മ ഈ വിവരം അറിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം കാണിക്കുന്ന ഈ കുട്ടിയെ ഈ നിലയിൽ ക്രൂരമായി കൊല ചെയ്യാൻ ഈ അമ്മയെ പ്രേരിപ്പിച്ച ഘടകം ഒരു പക്ഷേ ഈ വിവരമാകാം എന്നുള്ള ഒരു നിഗമനം, ഒരു സൂചന നമ്മുടെ ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. പോലീസിനോട് ഈ തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്ന ഒരു ബന്ധു എന്ന രീതിയിൽ വാർത്ത വരുന്നു. ശ്യാംകുമാർ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഡോക്ടർ നൽകിയ വിവരമാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ പ്രാഥമികമായി തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു കുട്ടിക്ക് ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട്, കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ കൂടുതൽ വിവരങ്ങൾ നൽകി.
അത് കഴിഞ്ഞ് 1 വർഷത്തിലേറെയായി കുട്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വിവരമാണ്. ഇന്നലെ ഈ വിവരം കഴിഞ്ഞ ദിവസം ഈ വിവരം അറിയുമ്പോൾ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പോലീസ് ഈ വിവരം വളരെ രഹസ്യമായി വെക്കുകയും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പങ്കെടുത്ത ഈ ബന്ധുവിനെ ഉൾപ്പെടെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ സാധിക്കൂ എന്നുള്ളത് പോലീസിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ബന്ധുക്കളെ പോലീസ് നിരീക്ഷണത്തിൽ നിർത്തിയത്. തുടർന്നാണ് ഇന്നലെ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷവും ഈ വിവരം പുറത്തു പോകാതെ പോലീസ് അന്വേഷണത്തിന് ശേഷം ഈ പ്രതിയെ മരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് എന്ന പേരിലാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അപ്പോഴും പ്രതിക്ക് പോലും ഒരു സൂചനയും നൽകാതിരിക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ താൻ ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിലാണ് പോലീസിനോട് ഈ പ്രതി കരഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ താൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള അന്വേഷണത്തിൽ പ്രതിക്ക് അധിക നേരം പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ പറ്റിപ്പോയി എന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചത്. അങ്ങനെയാണ് കുറ്റസമ്മതം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം വിവരം ഉന്നത ഉദ്യോഗസ്ഥർ അറിയുകയും ആലുവയിൽ നിന്നും പുത്തൻകുരിശിൽ നിന്നും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രതിയെ ഇന്നലെ വൈകിട്ട് വരെ ചോദ്യം ചെയ്തിരുന്നു. പ്രതി കുറ്റസമ്മതം നടത്തിയ പശ്ചാത്തലത്തിൽ പ്രതിയുടെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ കേസിൽ കൊലപാതകം നടന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ ദുരൂഹതകൾ ഇപ്പോൾ ഉണ്ടാവുകയാണ്. കാരണം കുട്ടി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു, പ്രത്യേകിച്ച് അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു. ഈ വിവരം കുഞ്ഞിന് പങ്കുവച്ചിരുന്നു മറ്റാരെങ്കിലുമായിട്ട്, അത് മറച്ചുവെക്കപ്പെട്ടോ? അങ്ങനെ ഒരുപടി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഒരു കുറ്റകൃത്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ എത്തുമ്പോൾ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അമ്മയോടാണ് പ്രാഥമികമായി വിവരങ്ങൾ ചോദിക്കുക. കാരണം കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരാൽ ദുരുപയോഗം ചെയ്യപ്പെട്ട വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു, അമ്മ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള വിവരം ഉൾപ്പെടെ അറിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇത് മറച്ചുവെച്ച വിവരങ്ങളാണെങ്കിൽ SKN ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകും. നിലവിൽ കുട്ടിയുടെ അടുത്ത ബന്ധു പ്രതിയായിട്ടുണ്ടെങ്കിൽ ഈ വിവരം മറച്ചുവെച്ചതിന് ഉൾപ്പെടെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. SKN ഏതായാലും ഈ കേസിൽ ദുരൂഹതകൾ കൂടുകയാണ്. ഒരുപിടി ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് പോലീസ് ഇപ്പോൾ കൊലപാതകത്തിനപ്പുറം ആ കുഞ്ഞിന്റെ മരണത്തിന് മുൻപ് അനുഭവിച്ച ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുകയും 2 ഡിവൈഎസ്പിമാർ നേതൃത്വം നൽകുകയും റൂറൽ എസ്പി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഒരു കേസായി ഇത് മാറിയിരിക്കുന്നത്. SKN. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പല ആളുകളും ഈ പ്രതിയുടെ പേരുമൊക്കെ ചോദിക്കുന്നുണ്ട്. പോക്സോ നിയമപ്രകാരം ഒരു ഇരയുടെ അടുത്ത ബന്ധുവിൻ്റെ പേര് കൂടി നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം ഈ ബന്ധുവിൻ്റെ പേര് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കുട്ടി ആരാണെന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള നിയമം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നരാധമനായ പ്രതിയുടെ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തത്. നമ്മുടെ വാർത്താമുറിയിൽ നിന്ന് തനേഷ് തമ്പി കൂടി തത്സമയം ചേരുന്നു. തനേഷ്, അങ്ങനെ ഒരു ഷോക്കിംഗ് വാർത്ത വന്നു. ഈ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് കൂടി വരുന്നു. 1 കൊല്ലമാണ് ഈ കുഞ്ഞിനെ ഈ നരാധമനായ ബന്ധു പീഡിപ്പിച്ചത് എന്ന വാർത്തയാണ് വരുന്നത്. SKN തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നുമില്ലാത്ത ഒരു മാനം ഈ കേസിന് വന്നിരിക്കുന്നു. അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നു എന്നുള്ള ഇടത്തു നിന്നാണ് അതൊരു പോക്സോ കേസായി പരിണമിക്കുന്നത്. അത് സ്വന്തം ബന്ധുവിൽ നിന്ന്, ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർച്ചയായി പീഡനങ്ങൾക്ക് ഇരയായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം, അതും 4 വയസ്സുള്ളൊരു പിഞ്ച് പൈതലാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ സമീപകാലത്ത് ഇത്രയധികം ആഴത്തിൽ വേദനിപ്പിച്ച മറ്റൊരു കേസ് ഉണ്ടാവും എന്ന് കരുതാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു കേസായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസിൻ്റെ സമർത്ഥമായ നീക്കങ്ങളാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് നമുക്ക് തീർച്ചയായും അനുമാനിക്കാം. നേരത്തെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ തനിക്ക് വലിയ ശാരീരിക മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള മൊഴി യുവതി നൽകിയിരുന്നു, അതായത് ഈ കുട്ടിയുടെ അമ്മ നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിയാൻ മാത്രം ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള അനുമാനത്തിലായിരുന്നു പോലീസും അല്ലെങ്കിൽ ഈ കേസ് സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്ന ആളുകളുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ഭർത്തൃവീട്ടിൽ ഉണ്ടായിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭർത്തൃവീട്ടുകാരെ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരുന്നു. അതിനിടയിലാണ് ഈ അടുത്ത ബന്ധുവിൻ്റെ ഭാഗത്തു നിന്ന് അസ്വാഭാവികമായ ചില ചലനങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനിടയിൽ ആണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. ആ വിവരങ്ങളിൽ കുട്ടി നിരന്തരം പീഡനങ്ങൾക്കിരയായിട്ടുണ്ട് എന്നുള്ള വസ്തുത പോലീസിനെ വീണ്ടും ഈ ബന്ധുവിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് വീണ്ടും തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഇയാളെ വിധേയനാക്കുന്നത്. ഒടുവിൽ അയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തനിക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ തനിക്കൊരു തെറ്റ് ഉണ്ടായിപ്പോയി എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം തൻ്റെ
കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്നത്. എന്തായാലും പിന്നീട് ശാസ്ത്രീയ തെളിവുകളടക്കം വെച്ചുകൊണ്ട് പോലീസ് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അയാൾ ഇതിനോടകം തന്നെ തൻ്റെ തെറ്റ് അംഗീകരിക്കുകയും അത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നെന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. രാവിലെ ഈ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും നേരത്തെ എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടിരുന്ന ഒരു മാനമല്ല ഈ കേസിനുള്ള. ഇപ്പോൾ ഇതൊരു പോക്സോ കേസായിട്ട് പരിണമിച്ചിരിക്കുന്നു. മാത്രമല്ല വലിയ പീഡനങ്ങൾക്ക് ഈ കുട്ടി നിരന്തരം ഇരയായിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി പുറത്തു വരുമ്പോൾ വലിയ വേദനയാണ് ഇത് കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മേൽ ഉണ്ടാക്കുന്നത്. എസ്കൻ. ഓക്കെ, തനേഷ് തമ്പിയാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ സമയം ചേർന്നത്.